Good morning, my dear students. I hope all of you remember what we learned in the last class. It was resistance, fulcrum, and effort. Rodham, dharam, yatnam. And we also learned that the spoons we use to open the lids of a tin are also sometimes levers. നമ്മുടെ വീട്ടിൽ ടിന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണും ചില സമയത്ത് ഉത്തോലകമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിക്കാൻ പോകുന്നത്? അതായത് ദർ ആർ ലോട്ട്സ് ഓഫ് സിമ്പിൾ മെഷീൻസ് അറ്റ് അവർ ഹോം ആൻഡ് അറ്റ് അവർ സറൗണ്ടിങ്സ്. നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള ലഘുയന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ലഘുയന്ത്രങ്ങളൊക്കെ നമ്മുടെ ജോലി എളുപ്പമാക്കുന്നതാണെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലഘുയന്ത്രങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജോലികൾ എളുപ്പമാക്കണമെന്ന് നമുക്കറിയണ്ടേ? ഹൗ ഡു ദിസ് സിമ്പിൾ മെഷീൻസ് മേക്ക് അവർ വർക്ക് ഈസിയർ? നമ്മുടെ ജോലി എളുപ്പമാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണ്ടേ? അതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ if you observe page number 79 of our textbook, you can see two pictures. Mother, Amma is trying to draw water from the well. ഒരു അമ്മ, രണ്ടമ്മമാരുടെ പിക്ചർ കാണാം. അതിൽ ആദ്യത്തെ അമ്മ പുള്ളി യൂസ് ചെയ്തിട്ട് ഷീ ഈസ് ട്രൈങ് ടു ഡ്രോ ദ വാട്ടർ ഫ്രം ദി വെൽ. ആൻഡ് സെക്കൻഡ് അമ്മ, രണ്ടാമത്തെ അമ്മ എങ്ങനെയാണ് ചെയ്യുന്നത്? ഷീ ഈസ് ട്രൈങ് ടു ഡ്രോ വാട്ടർ ഫ്രം ദി വെൽ ഡയറക്റ്റ്ലി വിത്ത് എ ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നേരിട്ടിട്ട് ഒരു കയറ് വെച്ച് കണക്ട് ചെയ്തിട്ട് വാട്ടർ ഡ്രോ ചെയ്യാണ്. First, you can see Amma is drawing water with the help of pulley. Secondly, you can see directly from the well. In both of these cases, she is using a rope, alle, and she is applying her force in this rope. രണ്ട് സാഹചര്യത്തിലും അമ്മ വെള്ളം കോരാൻ വേണ്ടി ബലം പ്രയോഗിക്കുന്നത് ഈ കയറിലാണ്. കയറ് പിടിച്ച് വലിച്ചിട്ടാണ് Amma is trying to draw water from the well. And in both cases, which direction she is applying this force? രണ്ട് സാഹചര്യത്തിലും അമ്മ കയറിലാണ് ബലം പ്രയോഗിക്കുന്നത്. പക്ഷേ രണ്ട് കേസിലും അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലം രണ്ട് ദിശയിലാണ്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. ആദ്യത്തെ ദിശയിൽ കപ്പി വെച്ച് അമ്മ വലിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ മുകളിൽ നിന്ന് താഴെയിൽ നിന്ന് മുകളിലേക്ക്. അപ്പോൾ രണ്ട് സാഹചര്യത്തിലും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുന്നത് കയറിലാണ്. പക്ഷേ ദിശയ്ക്ക് വ്യത്യാസം വരുന്നു. അപ്പോൾ ഈ കപ്പി ഉപയോഗിച്ച് വെള്ളം കോരുമ്പോൾ ഈ ദിശ മാറുന്നു. അപ്പോൾ നമ്മുടെ പ്രവൃത്തി ഈസി ആകുന്നു. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ ഈ കപ്പി എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ദിശ മാറ്റം വരുത്തുമ്പോൾ നമുക്ക് കുറച്ച് ജോലി എളുപ്പമാകുന്നു. ഒരു ചെറിയ വീഡിയോ കണ്ടു നോക്കാം. ഞാൻ വെള്ളം കോരട്ടെ. ഓ, എന്തൊരു ബുദ്ധിമുട്ടാ. ശരി, ഇനി ഈ ബക്കറ്റ് ഒന്ന് വലിച്ചേ. ഹായ്, എന്തൊരു എളുപ്പം. കണ്ടോ, ഈ കപ്പിയുള്ളത് കൊണ്ടാണ് നിനക്ക് എളുപ്പം വെള്ളം കോരാൻ പറ്റിയത്. വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ഈ യൂസിങ് പുള്ളി അല്ലെങ്കിൽ കപ്പി ഉപയോഗിച്ചപ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ബലം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറ്റിയപ്പോഴാണ് നമുക്ക് ഈ ജോലി എളുപ്പമാക്കിയത്, അല്ലേ? അപ്പോൾ ഈ നമ്മുടെ ജോലി, വെള്ളം കോരുക എന്ന നമ്മുടെ ജോലി എളുപ്പമാക്കുന്നതിൽ നമ്മുടെ പുള്ളി അഥവാ കപ്പിക്ക് ഒരു നല്ലൊരു പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്ന, അതായത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമെങ്കിൽ നമ്മൾ സൈക്കിൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ കാറ്, ബസ്, അല്ലെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും ഭാരമുള്ള സാധനങ്ങൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇഫ് വി വോണ്ട് ടു മൂവ് വൺ സം ബൾക്ക് തിങ്സ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ് വി യൂസ്ഡ് വീൽ ബാരോ. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു വണ്ടി, ഒരു വീൽ ബാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ വെച്ച് ഉന്തിക്കൊണ്ടുപോകുന്നൊരു വണ്ടി, അല്ലെങ്കിൽ ഹാൻഡ് കാർട്ടുകൾ, നമ്മൾ ഉന്തും വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നതും എന്താണ്
നമ്മുടെ ഈ സിമ്പിൾ മെഷീൻ എന്ന് പറയുന്ന അതേ ടെക്നിക്ക് തന്നെയാണ്. അപ്പോൾ ഈ സിമ്പിൾ മെഷീൻസിൽ കാണുന്ന ടെക്നിക്ക് എന്തായിരിക്കാം? അതിൽ കാണുന്ന ഒരു ടെക്നിക്കാണ് വീൽ ആൻഡ് ആക്സിൽ, അല്ലെങ്കിൽ ചക്രവും ദണ്ഡും. നമ്മൾ സാധാരണ മച്ചിങ്ങ അല്ലേ, കോക്കനട്ടിൻ്റെ സ്മോൾ കോക്കനട്ടുകൾ, ഈ ട്രീയിൽ നിന്ന് വീഴുന്ന മച്ചിങ്ങ, 2 മച്ചിങ്ങേനെ ഒരു ഈർക്കിലി വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മൾ വണ്ടി ഉണ്ടാക്കി കളിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ 2 ചക്രങ്ങളും ഒരു ദണ്ഡും അല്ലെങ്കിൽ ഒരു സ്റ്റിക്കുമുണ്ട് കണക്ട് ചെയ്യാൻ. അപ്പോൾ ഈ സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ തിരിയോ? ഇല്ല. അപ്പോൾ ഈ കണക്റ്റഡ് ലിങ്കും ഈ 2 വീലുമാണ് വീൽ ആൻഡ് ആക്സിൽ എന്ന് പറയുന്നത്. ആക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീൽസിനെ കണക്ട് ചെയ്യുന്ന ദണ്ഡുകൾ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയും ഈ കുറച്ച് പിക്ചേഴ്സും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീലും ആക്സിലും എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ വീലും ആക്സിലും എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ വീലിൻ്റെയും ആക്സിലിൻ്റെയും ഇൻവെൻഷൻ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്തു, സാധനങ്ങൾ മൂവ് ചെയ്യാനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വേണ്ടി. അപ്പോൾ ഇതൊക്കെ ഏത് സിമ്പിൾ ടെക്നിക്കാണ്? സിമ്പിൾ മെഷീൻ എന്ന് പറയുന്ന നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന കുറേ ഉപകരണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന വീഡിയോ കണ്ടു നോക്കാം. ഓ, അത് കണ്ടോ, അയാൾ എന്ത് വേഗത്തിലാ പോകുന്നത്. നമ്മൾ നടന്നും അയാൾ സൈക്കിളിലും ആയതുകൊണ്ടാ. അതെ, ചക്രങ്ങൾ ഉള്ളത് കൊണ്ട് സൈക്കിൾ എളുപ്പത്തിൽ പോകും. ആ ടെമ്പോ കണ്ടോ? സഞ്ചരിക്കാനും ഭാരം കൊണ്ടുപോകാനും ചക്രങ്ങൾ നമ്മെ സഹായിക്കും. അപ്പോൾ വീഡിയോസും ചിത്രങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? നമ്മുടെ പുള്ളിയുടെ വീഡിയോ കണ്ടു, പിന്നെ വീൽ ആൻഡ് ആക്സിലിൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജോലി എളുപ്പമാക്കുകയാണെന്ന് കണ്ടു. ഇനി നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടായിരിക്കും ആന ലോറിയിൽ കയറുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ആനേനെ ലോറിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറ്? ഒരു സ്ലാൻഡിങ് ആയിട്ട് ഒരു വുഡൻ പ്ലാങ്ക് ഇട്ട് കൊടുക്കും. അതിൽ ചവിട്ടിയിട്ടാണ് ആന ലോറിയിൽ കയറാറ്. അല്ലെങ്കിൽ നമുക്ക് ലോറിയിൽ നിന്ന് കുറേ മരത്തടികളെ ഇറക്കണം എന്ന് വിചാരിക്കും. ഇങ്ങനെ തട്ടിയിടുകയാണോ ചെയ്യാറ്? അല്ല, നമ്മൾ എന്ത് ചെയ്യും? കുറേ പലകകൾ ചെരിച്ച് വയ്ക്കും, ഇൻക്ലൈൻഡ് ആയിട്ട് വയ്ക്കും. എന്നിട്ട് ഉരുട്ടി കയറ്റുകയോ ഉരുട്ടി ഇറക്കുകയോ ചെയ്യും. അതാണ് നമ്മുടെ ജോലി എളുപ്പമാക്കുന്നത്. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ അഥവാ ചെരിവ് തലം നമ്മുടെ ജോലി എങ്ങനെയാണ് എളുപ്പമാക്കുന്നത്? നമുക്കൊന്ന് വീട്ടിൽ നോക്കാം. നമ്മുടെ ബാഗ് അല്ലേ, സ്കൂളിലേക്കുള്ള എല്ലാ പുസ്തകങ്ങളും വെച്ചൊരു ബാഗ് നിങ്ങൾ ഒരു മേശയുടെ മുകളിൽ ഇരുന്നിട്ട് താഴെ നിന്ന് വലിച്ചു കയറ്റുക. അതല്ലാതെ ഒരു ചെരിഞ്ഞ ഒരു വുഡൻ പ്ലാങ്ക് ഇട്ടിട്ട് വലിച്ചു കയറ്റുക. ഇതിലേതായിരിക്കും എളുപ്പം? എപ്പോഴും എന്താണ്, ചെരിഞ്ഞ പ്രതലം അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ വലിച്ചു കയറ്റുന്നതായിരിക്കും എളുപ്പം. സാധാരണ നമ്മൾ ഈ ഹോസ്പിറ്റലിലും ചില തിയേറ്ററുകളിലൊക്കെ പോകുമ്പോൾ സ്റ്റെപ്പും ഉണ്ടായിരിക്കും, റാമ്പും ഉണ്ടായിരിക്കും, ഇങ്ങനെ ചെരിഞ്ഞ് കയറുന്ന സ്ഥലങ്ങളും. നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ഈ ചെരിഞ്ഞ് കയറുന്ന സ്ഥലത്ത് കൂടെ ഓടിക്കയറാൻ. എന്താ കാരണം? സ്റ്റെപ്പ് കയറുന്നതിനെക്കാട്ടിയും ഈസി ആയിട്ട് നമുക്ക് ഈ ചെരിഞ്ഞ പ്രതലത്തിലൂടെ നമുക്ക് ഓടിയെത്താം അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെരിഞ്ഞ തലം ഉണ്ടായിരിക്കും. എന്തിനാണ്? നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന, അതായത് നടക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും. നമ്മുടെ സ്കൂളിലേക്ക് പലതരത്തിലുള്ള ആൾക്കാർ വരില്ലേ? അപ്പോൾ അതിൽ നടക്കാൻ സാധിക്കാത്ത ആൾക്കാർ എങ്ങനെയാണ്? വീൽ ചെയറിലാണ് വരിക. അപ്പോൾ ഈ വീൽ ചെയറിൽ വരുന്ന ആൾക്കാർക്ക് സ്റ്റെപ്പ് കയറി വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ വീൽ ചെയർ കയറണമെങ്കിൽ ഏറ്റവും എളുപ്പം എന്താണ്? ഈ ഇൻക്ലൈൻഡ് പ്ലെയിനുകളാണ്, അതായത് ചെരിവ് തലങ്ങളാണ്. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ നമ്മുടെ കൂട്ടുകാരായാലും അല്ലെങ്കിൽ നമ്മളെ കാണാൻ വരുന്ന രക്ഷിതാക്കളോ അധ്യാപകരോ ആർക്ക് വേണമെങ്കിൽ വീൽ ചെയർ ആണെങ്കിൽ സുഖമായിട്ട് കയറി നമ്മുടെ സ്കൂളിൽ എത്താം, ക്ലാസ്സുകളിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒരുവിധം എല്ലാ പൊതു പബ്ലിക്കായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ, വി ക്യാൻ സീ ദിസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ചെരിവ് തലം നമ്മുടെ ജോലി എളുപ്പമാക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. പുള്ളി എങ്ങനെയാണ് ജോലി എളുപ്പമാക്കുന്നതിന് പഠിച്ചു അല്ലേ? അതായത് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ദിശ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് വീൽ ആൻഡ് ആക്സിൽ, നമ്മുടെ മൂവ്മെൻറ്റ് ഈസി ആക്കുന്നു എന്ന് പഠിച്ചു. ഇനി
ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ അഥവാ ചെരിവ് തലങ്ങൾ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? സാധനങ്ങൾ കയറ്റാനോ ഇറക്കാനോ അല്ലെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാനോ, ഈ പറയുന്ന വീൽ ചെയർ പോലെയുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് മൂവ് ചെയ്യാനും നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിൻസുകൾ ഈസി ആക്കുന്നു, നമ്മുടെ ജോലി എളുപ്പമാക്കുന്നു. ചരിഞ്ഞ തടി കഷ്ണത്തിലൂടെ ഭാരം വണ്ടിയിൽ എളുപ്പത്തിൽ കയറ്റുന്നു. അതെ, ഇതിനെ ചെരിവ് തലമെന്ന് പറയുന്നു. കണ്ടോ, അത് നമ്മുടെ ജോലി എളുപ്പമാക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെഡ്ജസിനെ കുറിച്ചിട്ടാണ്. വെഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പണ്ട് നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു മങ്കിയുടെ കഥ. അതായത് വുഡ് കട്ടേഴ്സിൻ്റെ അടുത്ത് പോയിരിക്കുന്ന ഒരു മങ്കിയുടെ വാല് വുഡിൻ്റെ ഇടയിൽ പെട്ടു. അപ്പോൾ അവിടെ ഒരു വെഡ്ജ് ഉണ്ടായിരുന്നു. എന്താണ്? ആപ്പ് ഇല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും ആ കഥ? അപ്പോൾ ഈ വുഡ് കട്ടേഴ്സ് ഇങ്ങനെ വുഡ് കട്ട് ചെയ്തിട്ട് ആ രണ്ട് വുഡും പാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ രണ്ട് വുഡും രണ്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആപ്പ് വെക്കുക എന്ന് പറയും. അപ്പം നമ്മുടെ മങ്കിക്കുട്ടി എന്ത് ചെയ്തു? കുരങ്ങൻകുട്ടി എന്ത് വന്നിട്ട് ചെയ്തു? അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. പക്ഷേ ഈ രണ്ട് വുഡിൻ്റെയും ഇടയിൽ ഇങ്ങോരുടെ വാല് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വാലെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെയില്. ഈ ടെയിൽ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. മങ്കിക്കുട്ടി എന്ത് ചെയ്തു? മങ്കിക്കുട്ടിക്ക് അറിയില്ലല്ലോ ഈ ആപ്പ് എന്തിനാണ് യൂസ് ചെയ്യണേന്ന്, അതായത് വെഡ്ജ്. അപ്പോൾ മങ്കിക്കുട്ടി ഈ വെഡ്ജ് അങ്ങോട്ട് ഊരി. എന്തുണ്ടായി? ഈ രണ്ട് വുഡും കൂടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് വുഡ് കട്ടേഴ്സ് അത് ചെയ്തത്. മങ്കിക്കുട്ടി ആപ്പ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വുഡ് രണ്ടും കൂടി ഒരുമിച്ച് പോയി. അപ്പം നമ്മുടെ മങ്കിക്കുട്ടിയുടെ വാൽ അതിൻ്റെ ഉള്ളിൽ പെട്ടു. ഈ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ആപ്പ് വെക്കുക എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വെഡ്ജസ് അല്ലെങ്കിൽ ആപ്പുകൾ രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ആപ്പിൻ്റെ ഒരു സ്ഥലത്ത് മാത്രമേ ഈ ചെരിവ് തലം ഉണ്ടായിരിക്കുള്ളൂ, ചെരിഞ്ഞ ഭാഗം ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയുള്ള ആപ്പ് അല്ലെങ്കിൽ വെഡ്ജസ് നമ്മൾ യൂസ് ചെയ്യുക നമ്മുടെ കട്ടിലകൾ, ഫ്രെയിമുകൾ, അതായത് കട്ടില എന്ന് പറയും. കട്ടില വെക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? വീടിൻ്റെ വാതിലിൻ്റെ ഫ്രെയിമുകൾ. ഈ ഫ്രെയിമുകൾ മുറുക്കാൻ വേണ്ടിയിട്ടാണ് വൺ സൈഡഡ് വെഡ്ജസ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സ്ഥലത്ത് മാത്രം ചെരിവ് ഉള്ള വെഡ്ജസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനാണ്. അതായത് അത് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമിനെ ടൈറ്റ് ചെയ്യാനും ഫ്രെയിമിലേക്ക് ഈ വെഡ്ജ് കയറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കൊണ്ട് അത് ഫ്രെയിമിനെ ടൈറ്റാക്കി വെക്കുകയും ചെയ്യും. അതായത് കട്ടിലകൾ ടൈറ്റാക്കിയിട്ട് വെക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ആപ്പാണ് രണ്ട് സ്ഥലത്തും ഒരുപോലെ ചെരിവ് തലമുള്ള ആപ്പുകൾ. നമ്മുടെ പേജ് നമ്പർ 82 നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് തരത്തിലുള്ള ആപ്പുകളുണ്ട്. ഇതാദ്യത്തെ തരം, രണ്ടാമത്തെ തരം. രണ്ട് തരത്തിലുള്ള വെഡ്ജ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? വെഡ്ജ് എന്ന് പറഞ്ഞാൽ ആപ്പ്. അപ്പോൾ ആദ്യത്തെ തരത്തിലുള്ള വെഡ്ജ് എന്തിനാണ് സഹായിച്ചത് നമ്മളെ? ഒരു സൈഡിൽ മാത്രം ചെരിവ് തലമുള്ള ആപ്പ്. അത് നമുക്ക് ഫ്രെയിമുകൾ അല്ലെങ്കിൽ കട്ടിലകൾ എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ കയറാനും അതിനുശേഷം മറ്റേ ഭാഗം ഈ ഫ്രെയിമിനെ ടൈറ്റായിട്ട് നിർത്താനും സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ട് തരത്തിലും രണ്ട് സൈഡിലും ഇൻക്ലൈൻഡ് പ്ലെയിൻ അഥവാ ചെരിവ് തലമുള്ള ആപ്പുകൾ എന്ത് ചെയ്യും? അതായത് ഈ പറയുന്ന ആപ്പുകൾ രണ്ട് സൈഡിലും കണ്ട, ഇവിടെയും രണ്ട് ഭാഗത്തും ചെരിവ് തലമുള്ള ആപ്പുകൾ എന്തിനാണ് സഹായിക്കുന്നത്? മരം മുറിക്കാനും പെട്ടെന്ന് ഇളകിപ്പോവാനും. അപ്പം മരം മുറിച്ചു തുടങ്ങുമ്പോൾ ഈ ആപ്പ് ഇതിൻ്റെ ഇടയിൽ കയറ്റി വയ്ക്കും. ഈ നമ്മുടെ മങ്കിക്കുട്ടി ഇരുന്നില്ലേ, അതുപോലെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മരം പിളർന്ന് ഇളകി പോരാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇനി ഇൻക്ലൈൻഡ് പ്ലെയിനുകൾ, അതായത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ചെരിവ് തലം നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന, അതുകൊണ്ടാണ് ആപ്പുകൾ വെഡ്ജസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള വെഡ്ജസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് കാണാവുന്ന ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ആണികൾ അല്ലേ? അപ്പോൾ ഈ ആണികൾ അല്ലെങ്കിൽ സ്ക്രൂവിൻ്റെ അറ്റം ഇങ്ങനെ ചെരിഞ്ഞിരിക്കും അല്ലേ? അല്ലെങ്കിൽ കൂർത്തിരിക്കും. അപ്പോൾ അത് എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? പെട്ടെന്ന് അടിച്ചു കയറ്റാൻ. ഇപ്പോൾ ഇരിക്കുകയാണെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ റൗണ്ടഡ് ഷേപ്പിലാണ് നമ്മുടെ നെയിൽസ് അല്ലെങ്കിൽ ആണി അല്ലെങ്കിൽ സ്ക്രൂസ് ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ഇറ്റ് ബി ഈസിയർ? നമുക്ക് ഒരു ചുമരുമ്മിൽ തറയ്ക്കണമെങ്കിൽ എളുപ്പമായിരിക്കുമോ? ഇല്ല. എന്നാൽ അതിൻ്റെ
ടിപ്പ് പോയിൻറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ചെരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാമർ വെച്ചിട്ട് അടിച്ച് കയറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിയാട്ടോ. 6ാമത്തെ ചാപ്റ്റർ കഴിയാണ്. നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ പഠിച്ചത്? സിമ്പിൾ മെഷീൻ എന്താണെന്ന് പഠിച്ചു, ലീവേഴ്സ് എന്താണെന്ന് പഠിച്ചു, ധാരം, രോധം, യത്നം എന്താണെന്ന് പഠിച്ചു, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും ഉത്തോലകങ്ങളാണെന്ന് പഠിച്ചു. പിന്നെ ഈ സിമ്പിൾ മെഷീൻസ് അല്ലെങ്കിൽ ലഘുയന്ത്രങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജോലി എളുപ്പമാക്കുന്നതെന്ന് പഠിച്ചു അല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ലഘുയന്ത്രങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ പഠിച്ചു. അതായത് പുള്ളി, നമ്മൾ പ്രയോഗിക്കുന്ന ബലം ഈ കയറിലാണെങ്കിലും നമ്മുടെ ദിശ മാറ്റിയെടുക്കുന്നത്, പ്രയോഗിക്കുന്ന ഫലത്തിൻ്റെ ദിശ മാറ്റുന്നത് ലഘുയന്ത്രങ്ങളാണ്, അതായത് പുള്ളിയാണ്, കപ്പിയാണ്. അപ്പോൾ നമുക്ക് ജോലി എളുപ്പത്തിൽ നടന്നു. ഇനി വീൽ ആൻഡ് ആക്സിൽ അല്ലെങ്കിൽ ചക്രവും ദണ്ടും. നമുക്ക് എവിടെയൊക്കെ ചക്രങ്ങൾ കാണാൻ സാധിക്കും? നമ്മുടെ കുഞ്ഞിയ വണ്ടികളിൽ, അതായത് നമ്മുടെ ടോയ് കാറുകളിൽ തൊട്ടിട്ട് വലിയ കാറുകളിലും ബസ്സുകളിലും ട്രക്കുകളിലും ഹാൻഡ് കാർട്ടുകളും ബുള്ളറ്റ് കാർട്ടുകളിലും കാളവണ്ടികളിലും കൈവണ്ടികളിലും ഒക്കെ എന്തുണ്ട്? ഈ ചക്രവും ദണ്ടുമുണ്ട്. ഈ ചക്രവും ദണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്, ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ജോലി നമുക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ മൂവ് ചെയ്യാനും നമ്മുടെ മൂവ്മെൻറ്റിനും ഒക്കെ എളുപ്പമാക്കി തീരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഭാരമുള്ള വസ്തുക്കൾ കയറ്റാനും ഇറക്കാനും നമ്മൾ ചെരിവ് തലങ്ങൾ ഉപയോഗിക്കുന്നു. അതുപോലെ ഈ ചെരിവ് തലങ്ങൾ നമ്മുടെ സ്കൂളുകളിലും പബ്ലിക് ബിൽഡിങ്ങുകളിലും വീൽ ചെയർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ യാത്ര എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെരിവ് തലങ്ങളും റാമ്പുകളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഈ മൂന്നാർ, ഊട്ടി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഹെയർ പിൻ ബെൻഡുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. സാധാരണ ഈ പറയുന്ന മലമുകളിലേക്ക് പോകാൻ കുത്തനെയുള്ള റോഡാണെങ്കിൽ നമ്മുടെ യാത്ര വളരെ പെട്ടെന്ന് കഴിയും, പക്ഷേ യാത്ര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് നോക്കാം, ഒരു കുത്തനെയുള്ള കയറ്റവും ചെരിഞ്ഞ് കയറുന്നൊരു കയറ്റത്തിലും ഏതിലായിരിക്കും നമുക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുക? ദൂരം കുറവായിരിക്കും കുത്തനെയുള്ള യാത്രയിൽ, പക്ഷേ നമുക്ക് കിതപ്പൊന്നുമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ വാഹനം നല്ല എളുപ്പത്തിൽ കയറണമെങ്കിൽ ഏറ്റവും എളുപ്പം ചുറ്റിയുള്ള വഴിയായിരിക്കും. അപ്പോൾ ഈ ചെരിഞ്ഞ പ്രതലം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ക്രൂവ്, ആണി അങ്ങനെയുള്ള വസ്തുക്കളിലൊക്കെ ഈ ചെരിഞ്ഞ പ്രതലം തന്നെയാണ് നമുക്ക് ജോലി എളുപ്പമാക്കുന്നതെന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ 2 തരത്തിലുള്ള വെഡ്ജസ് ഉണ്ടെന്ന് പറഞ്ഞു. 2 ഭാഗത്തും ചെരിഞ്ഞ പ്രതലമുള്ള ആപ്പുകളുണ്ട്, ഒരു ഭാഗത്ത് മാത്രം ചെരിഞ്ഞ പ്രതലമുള്ള ആപ്പുകളുണ്ടെന്ന് പഠിച്ചു. ഇതിൽ 2 വെഡ്ജസിനും 2 ആപ്പുകൾക്കും 2 ഫങ്ഷനാണുള്ളത്. ഒരു ഭാഗം മാത്രം ചെരിഞ്ഞ വെഡ്ജ് അല്ലെങ്കിൽ ആപ്പാണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുക നമ്മുടെ ഫ്രെയിമുകൾ ഉറപ്പിക്കാനാണ്. അപ്പോൾ പെട്ടെന്ന് ഫ്രെയിമുകൾ ചുമരിൽ കയറാനും അത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കാനും ഒരു ഭാഗത്ത് മാത്രം ചെരിവുതലമുള്ള ആപ്പുകൾ നമ്മളെ സഹായിക്കും. എന്നാൽ 2 ഭാഗത്തും ചെരിവുതലമുള്ള ആപ്പുകൾ എന്തിനാണ് സഹായിക്കണേ? മരം മുറിക്കാനും അത് വേഗം പിളർത്താനും. അപ്പോൾ ഈ ഒരു പാഠം ഇവിടെ കഴിയാണ്. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള ലഘുയന്ത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ടീച്ചർ തന്നെ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പല ലഘുയന്ത്രങ്ങളും കണ്ടുപിടിക്കുക. ആ ലഘുയന്ത്രങ്ങളുടെ ധാരം, രോധം, യത്നം അഥവാ ഫൽക്രം, റെസിസ്റ്റൻസ്, എഫേർട്ട് കണ്ടുപിടിക്കുക. അതൊക്കെ മാർക്ക് ചെയ്യുക, വരച്ച് കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ പാഠഭാഗം നന്നായി പഠിച്ചുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്യണം. ടീച്ചർ തരുന്ന വർക്ക്ഷീറ്റുകൾ ഒക്കെ ചെയ്യണം. അപ്പോൾ അടുത്തൊരു പാഠം 7ാമത്തെ പാഠത്തിലേക്ക് തുടങ്ങുമ്പോൾ നമുക്ക് കാണാം. താങ്ക് യു. ഇതൊരു ആണിയല്ലേ? അതെ, പക്ഷെ ഇതൊരു സാധാരണ ആണിയല്ല, ഇത് സ്ക്രൂ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് നിനക്കറിയാമോ? ആ, എനിക്കറിയാം. സാധാരണ ആണി എളുപ്പത്തിൽ ഊരിപ്പോരും, എന്നാൽ സ്ക്രൂ അങ്ങനെയല്ലല്ലോ. ഇതിന്റെ ഉപയോഗം എന്താന്ന് നിനക്കറിയോ? എന്റെ ഷർട്ട് ഹാങ്ങറിലിട്ടിട്ട് ആ സ്ക്രൂവിൽ തൂക്കിയിടാലോ.